അമേരിക്ക കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തിലായിരുന്നു ഗാസയിൽ ഇത്രനാളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കളികൾ അത്രയും നടന്നത്. കഴിഞ്ഞ രാത്രിയും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 100-ലധികം പേരാണ് ഗാസയിൽ മരിച്ചു വീണത്. ഗാസയിലെ കൂട്ടക്കുരുതി ലോകം മുഴുവൻ എതിർത്തിട്ടും നെതന്യാഹു മാത്രം ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാകാത്തത് അമേരിക്കയുടെ പിന്തുണയും യുദ്ധം അവസാനിപ്പിച്ചാൽ നേരിടേണ്ടി വരുന്ന നിയമ നടപടി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ലബനനിലും കയറി ചൊറിഞ്ഞ് പണി വാങ്ങുകയാണ് നെതന്യാഹു. ഏറ്റവും ഒടുവിലായി ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയാണ് ഹിസ്ബുള്ളയുടെ യുദ്ധപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ലബനനിൽ കയ്യേറിയ പ്രദേശങ്ങൾ 24 മണിക്കൂറിനകം ഒഴിഞ്ഞില്ലെങ്കിൽ ഇസ്രായേൽ ഇനി ഭൂമിയിൽ ഉണ്ടാകില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ സൈന്യം ലബനൻ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങിയോ എന്നത് വ്യക്തമല്ല. അതിനിടെയാണ് നെതന്യാഹുവിൻ്റെ നെഞ്ചിൽ തീ കോരിയിട്ട് ട്രംപിൻ്റെ ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന് നൽകി വരുന്ന ആയുധ സഹായം ട്രംപ് നിർത്താനൊരുങ്ങുകയാണെന്നാണ് വാർത്തകൾ. ഉപദേശകനായ ഇലോൺ മസ്കിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ നീക്കമെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ട്രംപിനൊപ്പം കൂടിയ ശേഷം മസ്കിന് ആകെ കഷ്ടകാലമാണ്. മസ്കിൻ്റെ ബിസിനസ്സുകളെല്ലാം ഓഹരികളും അടക്കം ആകെ കൂപ്പുകുത്തുന്ന സാഹചര്യമായിരുന്നു കണ്ടത്. ഈ സാഹചര്യത്തിൽ മസ്ക് ഡോജിൻ്റെ ചുമതലയിൽ നിന്നും ഒഴിയുവാൻ ഒരുങ്ങിയിരുന്നു. ഇതോടെ വിപണിയിൽ നേരിയ പുരോഗതി കൈവരിക്കാനായതോടെയാണ് മസ്ക് നിലപാട് മാറ്റാൻ ട്രംപിനെ നിർബന്ധിച്ചതെന്നാണ് പറയുന്നത്. യുദ്ധലോകത്ത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉടലെടുക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ട്രംപിൻ്റെ നിലപാടിന് കൂട്ടുനിൽക്കുന്നത് മസ്ക് ആണെന്നുള്ള ആരോപണത്തോടെയായിരുന്നു മസ്കിൻ്റെ ഓഹരികൾ ഇടിഞ്ഞു വീണിരുന്നത്. മാത്രമല്ല, ഇസ്രായേലിന് വാരിക്കോരി ആയുധങ്ങൾ നൽകുന്നതിലൂടെ അമേരിക്കയ്ക്ക് നഷ്ടം മാത്രമാണ് എന്നുള്ളതും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ട്രംപും നിലപാട് മാറ്റിയിരിക്കുന്നത്. ഇതോടെ ഇനിയും യുദ്ധം തുടർന്നാൽ നെതന്യാഹു ഔട്ടാകുമെന്നും ഉറപ്പായിരിക്കുകയാണ്. എത്രയൊക്കെ ഇസ്രായേൽ മൂടിക്കെട്ടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും ഗാസയിൽ നടത്തിയ കൊലവിളികളെല്ലാം ലോകം അറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള തുടക്കവും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗാസയിൽ യുദ്ധകുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ ക്രൂരതകളും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഇസ്രായേലി പൗരത്വമുള്ള വ്യക്തികളെ ശിക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ലോകമെമ്പാടുമുള്ള ഒരു നിയമസഖ്യമാണ് ഗ്ലോബൽ 195. ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ ആണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. യുദ്ധകുറ്റകൃത്യങ്ങളിൽ സംശയിക്കപ്പെടുന്ന വ്യക്തികളെ അവർ എവിടെയായിരുന്നാലും പിന്തുടരുന്നതിന് ആഭ്യന്തര അന്തർദേശീയ നിയമ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ആഗോള ഉത്തരവാദിത്വ ശൃംഖലയാണ് ഈ സംഭവം. സ്വകാര്യ അറസ്റ്റ് വാറണ്ടുകൾക്ക് അപേക്ഷിക്കുന്നതിനും ഉൾപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുന്നതിനും ഈ സഖ്യം ഒരേ സമയം ഒന്നിലധികം അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. മലേഷ്യ, തുർക്കി, നോർവേ, കാനഡ, ബോസ്നിയ ഹെർസോഗോവിന, യുണൈറ്റഡ് കിങ്ഡം എന്നിവ പ്രതിനിധീകരിക്കുന്ന ചില രാജ്യങ്ങളിൽ ഇത് ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ഗ്ലോബൽ 195ൻ്റെ പരിധിയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിൽ പോരാടിയ വ്യക്തികളും അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെയുള്ള മുഴുവൻ ഇസ്രായേലി സൈനിക രാഷ്ട്രീയ കമാൻഡ് ശൃംഖലയിലുള്ള വ്യക്തികളും ഉൾപ്പെടുന്നുണ്ട്. ക്രിമിനൽ നിയമ മാനദണ്ഡങ്ങളിൽ നിന്നും സമാഹരിച്ച തെളിവുകൾ അടങ്ങിയ ഒരു ശേഖരം ഉപയോഗിച്ച് ഗ്ലോബൽ 195 അംഗങ്ങൾ ദേശീയ നിയമ നിർവഹണ ഏജൻസികൾക്ക് ക്രിമിനൽ പരാതി സമർപ്പിക്കുകയും ചെയ്യും. ശേഷം ആ രാജ്യങ്ങളിലെ പൗരന്മാരോ അവരുടെ അധികാര പരിധിയുള്ളവരോ ആയ ആ പരാതിപ്പെട്ട പ്രതികൾക്കെതിരെ ദേശീയ കോടതിയിൽ സ്വകാര്യ പ്രോസിക്യൂഷൻ ആരംഭിക്കാനും നിയമം അനുവദിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും IDF-ൽ ചേരുകയോ യുദ്ധകുറ്റകൃത്യങ്ങൾ നടത്തുകയോ ചെയ്തതായി സംശയിക്കപ്പെടുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്കെതിരെ ഇതിനോടകം തന്നെ നിയമ നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യുദ്ധക്കുറ്റവാളികളായ സംശയിക്കപ്പെടുന്നവരെ വിചാരണ ചെയ്യുന്നതിൽ ദേശീയ നിയമ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ലോകമെമ്പാടുമുള്ള 6 രാജ്യങ്ങളിലുടനീളം നിയമ പ്രാക്ടീഷണർമാരും സംഘടനകളും ഒരു കൂട്ടായ്മ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ രൂപീകരിച്ചിട്ടുണ്ട്. ഗ്ലോബൽ 195 പ്രോജക്റ്റ് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും നിയമ സംഘങ്ങളെ സ്ഥാപിക്കുന്നത് തുടരുമെന്നും അറിയിച്ചു കഴിഞ്ഞു. ബ്രിട്ടനിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ്റെ ഡയറക്ടർ തയാബ് അലി അന്താരാഷ്ട്ര നിയമസ്ഥാപനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും മാനുഷിക നിയമങ്ങളും അധികാരപരിധിയും പാലിക്കുന്നതിൽ ദേശീയ പോലീസിനെ പരാജയപ്പെട്ടുവെന്നും അവർ പലസ്തീൻ യുദ്ധക്കുറ്റകൃത്യങ്ങൾ ചെയ്തതായി സംശയിക്കപ്പെടുന്ന ഇസ്രായേലി വ്യക്തികളെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം യുദ്ധക്കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനും വിചാരണ ചെയ്യുവാനും രാജ്യങ്ങൾക്കും കടമയുണ്ട്. എന്നിട്ടും അതിനൊന്നും അവർ മെനക്കെട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടലാണ് ഗ്ലോബൽ 195ൻ്റേതെന്നും അദ്ദേഹം പറയുന്നുണ്ട്.
തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം തന്നെയെന്നും അവർ പറയുന്നു. അതിനി യുദ്ധത്തിലാണെങ്കിലും എത്ര വലിയ രാജ്യത്തിൻ്റെ പിന്തുണയുള്ളവരാണെങ്കിലും ശരി, അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെയും മാനുഷിക മൂല്യങ്ങൾക്കെതിരെയും നിലകൊള്ളുന്നവർ തെറ്റുകൾ തന്നെയാണ് ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗങ്ങളുടെയും 2 നിരീക്ഷക രാജ്യങ്ങളുടെയും പേരിലുള്ള ഈ സഖ്യത്തിൽ നിയമവിദഗ്ധരും മുൻ ഡിക്റ്റേറ്റീവുകളും ഉൾപ്പെടുന്നുണ്ട്. പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യം, നീതി, സുരക്ഷ എന്നിവയ്ക്കായി പോരാടുന്നതിന് വേൾഡ് വൈഡ് ലോയേഴ്സ് അസോസിയേഷനും ഇതിൽ പങ്കുചേരുകയാണെന്നും പറഞ്ഞിട്ടുണ്ട്. വേൾഡ് വൈഡ് ലോയേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഡിബ്ലി അതിന്റെ ഭാഗമായി ഒരു കുറ്റവാളിയെയും വെറുതെ വിടാതെ അവർക്കെതിരെയുള്ള നടപടിയായി തുർക്കിയിൽ പരാതി ഫയൽ ചെയ്തുകൊണ്ട് അസോസിയേഷൻ സംരംഭത്തിന് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ഇസ്രായേലി വംശഹത്യ യുദ്ധക്കുറ്റവാളികൾക്ക് ഒരു ആഭ്യന്തര കോടതിയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടില്ല. ഇത് അന്താരാഷ്ട്ര നിയമക്രമത്തിന്റെ പരാജയം തുറന്നുകാട്ടുന്നതാണെന്നും അസോസിയേഷൻ പറയുന്നുണ്ട്. നിയമപ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ പക്ഷം പാടില്ലെന്നും അത് ന്യായത്തിന്റെ പക്ഷത്ത് വേണം നിൽക്കാനെന്നും അതുകൊണ്ട് തന്നെ സയണിസത്തിന്റെ അക്രമാസക്ത സ്വഭാവം തുറന്നുകാട്ടുകയും അതിന്റെ വ്യാപ്തി പരിമിതപ്പെടുത്തുകയും സയണിസ്റ്റ് കോളനിവൽക്കരണത്തെ തടയുകയും അവരുടെ ആയുധങ്ങളും വിഭവങ്ങളുടെയും ഒഴുക്ക് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഏകോപിത നിയമ മുന്നണിയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും അസോസിയേഷൻ പറഞ്ഞു കഴിഞ്ഞു. അതിനായി ഇത്തരമൊരു സംരംഭം ആരംഭിച്ചതിന് സംഘത്തോട് അസോസിയേഷൻ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കാനഡയുടെ ക്രൈംസ് എഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് വാർ ക്രൈംസ് ആക്ടും ഫോറിൻ എലഗൻസ് ആക്ടും ലംഘിച്ച് ഇസ്രായേലി സൈന്യത്തെ പിന്തുണയ്ക്കുകയോ പോരാടുകയോ ചെയ്യുന്ന പൗരന്മാർക്കും ചാരിറ്റികൾക്കുമെതിരെ നിരവധി കനേഡിയൻ അഭിഭാഷകർ ക്രിമിനൽ നടപടികൾ ആരംഭിച്ചതായി കാനഡയിലെ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ ബ്രാഞ്ചിന്റെ തലവനായ ക്രിമിനൽ പ്രതിരോധവും മനുഷ്യാവകാശ അഭിഭാഷകനുമായ ഷെയ്ൻ മാർട്ടിനസ് പറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമ ഗവേഷണം നടത്തുന്ന അസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആക്ടിംഗ് അക്കാദമിക് ഡയറക്ടർ ക്രിസ്റ്റോഫ് പൗലൂസൻ TNAയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കുന്നതിനെതിരെ പോരാടുന്നതിനുള്ള ഈ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളിൽ സംശയിക്കപ്പെടുന്ന എല്ലാവരെയും അവരുടെ ദേശീയതയോ കുറ്റകൃത്യങ്ങൾ ചെയ്ത സ്ഥലമോ നോക്കാതെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനമെന്നും അവർ പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ വ്യവസ്ഥാപിത യുദ്ധക്കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ 18 മാസമായി ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പലസ്തീൻ ICJPയുടെ അന്വേഷണ സംഘവും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന്റെ പിന്തുണയോടെ 135 ദൃക്സാക്ഷികളുടെ സാക്ഷ്യപത്രങ്ങൾ ഈ സംഗ്രഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിവിലിയന്മാർക്ക് നേരെ വിവേചനരഹിതവും ആനുപാതികവുമല്ലാത്തതുമായ ബോംബാക്രമണം മുതൽ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വയ്ക്കൽ, സുരക്ഷിത മേഖലകൾക്കെതിരായ ആക്രമണങ്ങൾ, അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങൾ, പട്ടിണിയെ യുദ്ധായുധമാക്കി ഉപയോഗിക്കൽ, നിർബന്ധിത നാടുകടത്തൽ എന്നിവ വരെയുള്ള വ്യവസ്ഥാപിത ലംഘനങ്ങൾ അന്വേഷണ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ലോകമെമ്പാടുമുള്ള കോടതികളിൽ ഈ കേസുകൾ എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് എടുത്തു കാട്ടുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിലും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിലും വൈദഗ്ധ്യം നേടിയ നിരവധി പേർ ഇതിനോടകം തന്നെ ഇതിൽ അംഗമായിട്ടുണ്ട്. അതുമാത്രമല്ല, പുതുതായി രൂപം കൊണ്ട ഈ സഖ്യത്തിന് ഗണ്യമായ സാമ്പത്തിക മനുഷ്യ വിഭവങ്ങളില്ലെന്നുള്ളതും പ്രത്യേകതയാണ്. കൂടാതെ ഇസ്രായേലി യുദ്ധക്കുറ്റകൃത്യങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള രാഷ്ട്രങ്ങളുടെ സന്നദ്ധതയെ രാഷ്ട്രീയ പരിഗണനകൾ സ്വാധീനിക്കാനും ഇടയുണ്ട്. യുദ്ധക്കുറ്റകൃത്യങ്ങളിലും മറ്റ് നിയമലംഘനങ്ങളിലും ഉൾപ്പെട്ടിട്ടും ഇസ്രായേലി വ്യക്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ചില സർക്കാരുകൾ കാണിക്കുന്ന നിരന്തരമായ വിമുഖതയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമെന്നുമാണ് ആരോപണം. മാത്രമല്ല, ഗാസയിൽ ഇസ്രായേൽ ചെയ്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ രാജ്യങ്ങൾ തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിൽ കാണിക്കുന്ന മടിയും ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നതും അന്താരാഷ്ട്ര നിയമത്തിനുമുള്ള കടുത്ത ലംഘനമാണെന്നുമാണ് പറയുന്നത്. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നതായും വിവേചനരഹിതമായ കൊലപാതകങ്ങൾ, പീഡനം, ലൈംഗിക അതിക്രമം, നിർബന്ധിത നാടുകടത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായും ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധരും അന്താരാഷ്ട്ര നിയമജ്ഞരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതോടുകൂടി പൂർണ്ണമായും മറ്റ് രാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് ഇസ്രായേലിനും ഇല്ലാതായിരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ പുതിയ നീക്കവും വന്നിരിക്കുന്നത്. ഇതോടുകൂടി കടുത്ത നടപടി ഉണ്ടായാൽ നെതന്യാഹു ഉടൻ തന്നെ ജയിലിലേക്ക് പോകുമെന്നും അല്ലെങ്കിൽ ഭരണത്തിൽ നിന്നും ഇറങ്ങേണ്ടി വരുമെന്നും ഉറപ്പായിരിക്കുകയാണ്. അതിനുള്ള തുടക്കം ഇസ്രായേലി ജനതയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ ബന്ദികളെ തിരിച്ചെത്തിക്കാൻ തയ്യാറാകാത്ത നെതന്യാഹുവിൻ്റെ എതിരെ ശക്തമായ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുകയിട്ടുണ്ട്. നെതന്യാഹു രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.